ഹായ്, വെൽക്കം ടു സുമി മുവാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ചെറിയൊരു സന്തോഷത്തിലാട്ടോ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന വഴി തന്നെ ഞാൻ മൊബൈലിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിലോട്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ഫ്രഷ് മിനി മാർട്ട് എന്നാണ് ഞങ്ങളുടെ ചെറിയ ബേക്കറി ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് ഇതാണ്. കുറച്ച് ബേക്കറി, കുറച്ച് സ്റ്റേഷനറി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ പായിപ്പുറയിൽ നിന്ന് വരുമ്പോൾ കിണറുംപടി ജംഗ്ഷനിലാണ്. ഇങ്ങോട്ട് പോകുന്നത് പായിപ്രയ്ക്ക്, ഇപ്പുറത്തോട്ട് ലെഫ്റ്റിലോട്ട് ചെറുവട്ടൂരുമാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സോഡ നാരങ്ങ വെള്ളം ഉണ്ടാവും, ഫ്രഷ് ലൈം, പിന്നെ നറുനീണ്ടിയുടെ ഒരു പാൽ വെച്ചിട്ടൊരു ഷേക്ക്, അങ്ങനെ 3-4 ഐറ്റംസ്, പിന്നെ സംഭാരം. ഇത്രയാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ ഇക്ക പോയി കഴിഞ്ഞിട്ട് അടുത്ത എൻ്റെ ഡ്യൂട്ടിക്ക് ഞാൻ കയറിയതാണ്. മോളും ഉണ്ട് കൂടെ. അപ്പോൾ ഏകദേശം ഞാൻ ഇപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിലോട്ട് വന്ന് ഷോപ്പ് അടച്ചിട്ട് വന്നു. കാര്യം ഇന്ന് ഉച്ചത്തേക്ക് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു പരിപ്പ് കറി നമുക്ക് ഉണ്ടാക്കാം. മീൻ വറുക്കാനും ഉണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പരിപ്പ് കുക്കറിലിട്ടിട്ടുണ്ട്. കറിപ്പരിപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് എന്ന് പറയുന്നത് പച്ചമുളകും ഒരു ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തിടുന്നുണ്ട്. ഒരു 2-3 വിസിൽ, ഒത്തിരി വേവിച്ച് പരിപ്പ് എടുത്തുള്ളൂ. പിന്നെ ആ പരിപ്പിൻ്റെ ഒരു ഇതങ്ങ് പോകും. അപ്പോൾ ഞാൻ പരിപ്പ് നന്നായിട്ട് കഴുകി ഇനി അതിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ടൊമാറ്റോയും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ പോകുന്നതിന് മുന്നേ ആയിട്ട് കറിയുടെ പരിപാടി തീർത്ത് വെക്കാമെന്ന് കരുതിയതാണ്. പക്ഷേ പരിപ്പ് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കടയിൽ പോയിട്ട് വന്നപ്പോഴാണ് കൊണ്ടുവന്നത്. പരിപ്പില്ലായിരുന്നു വീട്ടിൽ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ 3 വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോള് നല്ല കളിയിലാണ്. ഇക്കേൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കിടക്കുകയാണ്. രാവിലെ പോകുന്നില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കിടക്കാം കേട്ടോ. അപ്പോൾ ചെറുള്ളി ഒരു 7 ചെറുള്ളി ഞാൻ നന്നാക്കി അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ചതച്ചെടുത്തിട്ട് നമ്മുടെ വറ്റൽമുളക് ചതച്ചതും കൂടെ ചേർത്താണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപ്പിൻ്റെ വേവ് കറക്റ്റ് ആയിട്ടുണ്ട്. 3 വിസിലോളം കേട്ടിട്ടുണ്ട്. ഇനി പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ ആദ്യം പരിപ്പ് താളിച്ചൊക്കെ എടുക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ കൂടുതലായിട്ട് ഒഴിച്ചിട്ട് കുറച്ച് പപ്പടം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം കൂടെ കാച്ചാം. പരിപ്പും പപ്പടവും നല്ല കോമ്പിനേഷനാണല്ലോ, വറുത്ത മീനും. അപ്പോൾ മുരടി പപ്പടമാണ് എടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് പുള്ളി വരുന്ന പപ്പടം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫുൾ ആ പാക്കറ്റിൽ ഏകദേശം ഉള്ളത് മൊത്തം ഞാൻ ആ ടിന്നിൽ വറുത്തിട്ട്, കാര്യം പിന്നെ പൊട്ടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വറുക്കാനും മടിക്കും, അല്ലെങ്കിൽ പിന്നെ അത് കേടായി പോവും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം, പിന്നെ അത് അവിടെ ഇരുന്ന് ഹാർഡാവും. അതിൽ നിന്ന് നല്ലത് ആ ബക്കറ്റിൽ ഏകദേശം മൊത്തത്തിൽ തന്നെ അത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ പപ്പടം മൊത്തം ഞാൻ വറുത്ത് മാറ്റി. എണ്ണ അപ്പോൾ ഇനി ബാക്കി കറക്റ്റായിട്ടുള്ള അളവിനേ ഉള്ളൂ. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചെറുള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പൊന്നും ഞാനിപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം നമുക്ക് ഉപ്പൊക്കെ ഇട്ടാൽ മതി. കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ ഞാനൊന്ന് തുറന്നു. അപ്പോൾ ജസ്റ്റ് പരിപ്പ് വെള്ളമില്ലാണ്ട് ജസ്റ്റ് പാകത്തിന് വെന്തുള്ളൊരു രീതിയിലാണ് പരിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്തിട്ട് ചൂടുവെള്ളം ചൂടാക്കാൻ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തണുത്ത വെള്ളം തന്നെ എടുത്തു, പൈപ്പിലെ വെള്ളം തന്നെ എടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ കടുവും എല്ലാം ഉള്ളിയും എല്ലാം കൂടെ വയറ്റി വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ എടുത്ത് ഞാൻ ഈ കുക്കറിലേക്ക് തന്നെ ഇട്ടു. എന്നിട്ട് പാകത്തിന് വെള്ളവും എല്ലാം കൂടെ നോക്കിയിട്ട് കറക്റ്റാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ ഒരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്. കാര്യം കുറച്ച് നമ്മുടെ വാളംപുളി ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. മീൻ വറുക്കാൻ ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനാണ് ഞാൻ കഴിക്കില്ല. എനിക്കും മോനും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ചാള 1-2 ചെറുത് വറുക്കാനുണ്ട്. അപ്പോൾ ഞാനത് വറുക്കുന്നത്. അപ്പോൾ 2 മീൻ ഉച്ചത്തേക്കുള്ളത് മാത്രം ഇപ്പോൾ വറുക്കുന്നത്. അപ്പോൾ ഞാനിത് പരിപ്പിലേക്ക് ലേശം പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കി. പരിപ്പ് പക്ഷേ നമ്മൾ ഉച്ചത്തേക്ക് എനിക്ക് വെച്ചപ്പോൾ കറക്റ്റ് ആയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് അത് കട്ടിയായിട്ടുണ്ട്. ഇനി രാത്രി എടുക്കുമ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ കറക്റ്റ് പാകമാണെന്നൊക്കെ നോക്കി ഇത് ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ചോറെല്ലാം ആയിട്ടുണ്ട്. ഇക്കാനെ ഞാൻ വിളിച്ചു. സിമ്പിളായിട്ടുള്ള കറികളാണ് ചോറ്, പിന്നെ പരിപ്പ് കറി, മീൻ വറുത്തത്, പപ്പടം, പിന്നെ മാങ്ങ അച്ചാറും കൂടെ ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയ ഒരു ഊണാണ്. നിങ്ങളെല്ലാവരും ഊണൊക്കെ കഴിച്ച് കാണുമെന്നറിയാം. ഇന്നൊരിച്ചിരി വൈകിപ്പോയി, ഇത്ര ലേറ്റ് ആവാറില്ല. പണി
തീർത്ത് വെച്ചിട്ട് പോകുന്നതാണ് എപ്പോഴും എനിക്ക് നല്ലത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. താങ്ക് യു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പരിപ്പ് കറി വളരെ സിമ്പിളായിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കിയത്. നിങ്ങൾ വെക്കുന്ന രീതിയൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി കാന്താരി വെച്ചിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. അതും മറ്റും മിക്ക കൂട്ടയൊന്നുമില്ല, എനിക്കെന്തോ കഴിക്കാൻ ഇഷ്ടമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരിക്കിയത് ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കാന്താരിയും എല്ലാം പുളിയും എല്ലാം കൂടെയൊക്കെ വെച്ച് ഒരു ചമ്മന്തിയും കൂടെ ഞാൻ അരച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതേ പരിപ്പ് ഇപ്പോഴേ ഏകദേശം കുറുകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വൈകിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കാം.